നമസ്കാരം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പാവപ്പെട്ട രോഗികളോട് ചികിത്സയ്ക്ക് കൈക്കൂലി വാങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൊണ്ട് ബഹളമായിരുന്നു പോയ വാരം. വാർത്തകളുടെ വിശേഷങ്ങളുമായി ഒരിക്കൽ കൂടി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഡോക്ടർ എന്ന വാക്കിന് പോലും വല്ലാത്ത പവിത്രതയുണ്ട്. പക്ഷേ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എല്ലാ മഹിമയും ചോർന്നു പോകും. കാരണം കുറേ കാലമായി അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. കാശും ഗതിയുമില്ലാതെ ചികിത്സ തേടിയെത്തുന്ന പാവങ്ങളോട് പോലും കൈക്കൂലി വാങ്ങുകയാണ് നമ്മുടെ ഡോക്ടർമാർ. ഒടുവിൽ അതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പുറത്താവുകയും ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന സംഭവം ഏറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മധൂർ ചേനക്കോട്ടെ സരസ്വതിക്കാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ദുരിതമേൽക്കേണ്ടി വന്നത്. അസഹനീയമായ വേദനകളെ തുടർന്ന് ഗർഭപാത്രം ചികിത്സയ്ക്കായാണ് യുവതി ജനറൽ ആശുപത്രിയിൽ എത്തിയത്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടറെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നാണ് അവർ പരിശോധിച്ചിരുന്നത്. പിന്നീട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ പണം നൽകിയാൽ മാത്രമേ ഓപ്പറേഷൻ സാധ്യമാകുമെന്ന് ഡോക്ടറുടെ ഇടനിലക്കാർ പറഞ്ഞുവത്രേ. പണം നൽകാത്തതിനെ തുടർന്ന് ഇവർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പട്ടികജാതിക്കാരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കുകയായിരുന്നു. ഡോക്ടർ മരുന്നും കൊടുത്തിട്ടില്ല, എന്ന് കൊടുത്തില്ല. ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങൾ വന്നിട്ട് രണ്ടാമത് മിഞ്ഞാന്ന് തിങ്കളാഴ്ച പോയിട്ടപ്പം പറയുന്നു പിന്നെ ചോര കയറ്റണം എന്നല്ല പറഞ്ഞു. എന്നോട് ചോരെല്ലാം കയറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ പോയിട്ട് പറയുന്നു ഡിസ്ചാർജ് ആക്കിയിട്ട് ഇപ്പോൾ ചോരെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോര കയറ്റാൻ റെഡി ആയിട്ട് പോയിട്ട് പോകുമ്പോൾ പെണ്ണുങ്ങൾ പറയുന്നു ഇപ്പോൾ കടലാസ് ഉണ്ടോ നിങ്ങളെ കയ്യിൽ? കടലാസ് നിങ്ങൾ ഓരോ കയ്യിൽ നിന്ന് എന്തിനും കടലാസ് റിപ്പോർട്ട് എന്തിനും കൊണ്ടുപോയത്? പെണ്ണുങ്ങളെ ഡിസ്ചാർജ് ആക്കിയിട്ട് പെയിൻ്റെല്ലാം തേക്കുന്നില്ല. പെണ്ണുങ്ങൾ എന്നെ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കിയതെന്ന് പെണ്ണുങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾ കാല് മാത്രം ഒന്നും പിടിച്ചിട്ടില്ല. അത്ര ഞങ്ങൾക്ക് ബേജാറായി ഞങ്ങൾ ഓളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞിട്ടില്ല, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പൈസ നിൽക്കട്ടെന്ന് പറഞ്ഞു, കയ്യിൽ നിൽക്കട്ട്, അത് ഓപ്പറേഷനെല്ലാം കഴിയട്ടെ. പിന്നെ ഞാൻ 1000 രൂപ ഗിരി ഡോക്ടറെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ജ്യോതി ഡോക്ടർ പൈസ എന്ത് കേട്ടിട്ടില്ല. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളോട് പണം ആവശ്യപ്പെടുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. പ്രതിഷേധം വ്യാപകമാവുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ വീണ്ടും പണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ സംഭവം കൂടുതൽ വിവാദമാവുകയായിരുന്നു. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും നിങ്ങളുടെ കാല് പിടിക്കാൻ വരില്ലായിരുന്നു എൻ്റെ സാറന്മാര്. യുവത്വമായാൽ ഇങ്ങനെ വേണം. ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ രോഗികളുടെ കഴുത്തു പിടിക്കുന്നുവെന്നറിഞ്ഞ നിമിഷം മുതൽ ആശുപത്രി കവാടത്തിൽ യുവജന രോക്ഷമാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗിയോട് പണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ പ്രതിഷേധം അലതല്ലുകയാണ്. ഇതിനെ തുടർന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച രാവിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നഗരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നേരത്തെ കൂലിവേല ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണ് ഈ ആശുപത്രിയെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ ആദിവാസികളും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുമാണ് ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്നത്. അവരോട് പോലും ഒരു ദയാദാശന്റെ പോലുമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത നിങ്ങളുടെ ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ വിചാരണ ചെയ്യാൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം തയ്യാറാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഈ അനാസ്ഥക്കെതിരായിക്കൊണ്ട് സമരം ചെയ്യും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. മണ്ഡലം പ്രസിഡന്റ് ആസിഫ് സഹീർ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം ബംബ്രാണി, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അഷഫ് എടനീർ, ജില്ലാ സെക്രട്ടറി മമ്മൂച്ചാല, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സന്തോഷ് നഗർ, CA അമിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മെഡിക്കൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ ചെയ്യുന്നത് സേവനമാണ് എന്ന മനോഭാവത്തിലേക്ക് ഉയർന്നു വരുന്നില്ല. സർക്കാരിൽ നിന്നും ശമ്പളം കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള സൗജന്യങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്.
ആ സാഹചര്യത്തിലാണ് നിർദ്ധരായിട്ടുള്ള രോഗികൾ നമുക്കറിയാം അങ്ങേറ്റം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടുന്ന ഫീസ് പോലും കൊടുക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് പ്രധാനമായും സർക്കാർ ആശുപത്രികൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം രോഗികളിൽ നിന്ന് അവരുടെ അണ്ണാക്കിൽ കൈയിട്ട് മാറുന്ന സമീപനമാണ് ചില ഡോക്ടർമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ യുവതിയോട് ജനറൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബന്ധുക്കൾക്ക് തുക എത്തിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയും ചെയ്തതായി പരാതി ഉയർന്നിരുന്നു. മധൂർ ചേനക്കോട്ടെ യുവതിക്കാണ് ഈ അവസ്ഥ ഉണ്ടായത്. ഗർഭപാത്രം പുറത്തേക്ക് തള്ളിയതിനാൽ ചികിത്സ തേടിയെത്തിയ യുവതിയോട് കൈക്കൂലി ആവശ്യപ്പെട്ട ഡോക്ടർമാർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. പി ശിവപ്രസാദ്, CM ബഷീർ, ഷമീൽ, KS സുജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്തായാലും കാസർഗോഡ് ചുറുചുറുക്കുള്ള ആൺകുട്ടികൾ ഉണ്ടെന്ന് ഈ ഡോക്ടർമാർ അറിയട്ടെ. ജനറൽ ആശുപത്രി മാത്രമല്ല, ഒരു കണക്കിന് നമ്മുടെ എല്ലാ ആശുപത്രിയും കണക്കാണ്. ഇതാ കണ്ടില്ലേ, തളങ്കരയിൽ നല്ലൊരു ഹോമിയോ ആശുപത്രി ഉണ്ടെങ്കിലും രോഗിയെ ചികിത്സിക്കേണ്ട ഡോക്ടർക്ക് അതിനൊന്നും സമയമില്ല. അയാൾക്ക് അയാളുടെ 100,000 തിരക്കുണ്ട്. അല്ല പിന്നെ തളങ്കര ദീനാറിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയാണ് ആളുകൾക്ക് ഉപകാരമില്ലാത്ത കേന്ദ്രമായി മാറുന്നത്. ഡോക്ടറുടെ അലസതയാണ് ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾക്ക് വിനയാവുന്നത്. രാവിലെ 10 മണി മുതൽ 2 മണി വരെയാണ് ഇവിടെ ചികിത്സാ സമയം. എന്നാൽ മിക്കപ്പോഴും ഡോക്ടർ എത്താറില്ല. എത്തിയാൽ തന്നെ നേരത്തെ തന്നെ അദ്ദേഹം മുങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. തിങ്കളാഴ്ച ചികിത്സ തേടിയെത്തിയ യുവാവിനെ ചികിത്സിക്കാൻ തയ്യാറാവാതെ ഡോക്ടർ ഇറങ്ങിപ്പോയതായി ആക്ഷേപമുണ്ട്. ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് OP എടുത്തിട്ട് പുറത്ത് നിന്നിട്ടുണ്ടായിന്. ഡോക്ടർ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, 2 മണി വരെ ടൈം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, എന്നെ ഒന്ന് പരിശോധിക്കണോ? ഡോക്ടർ എന്നെ ഒരു മെയിൻറ്റ് ചെയ്യാണ്ടാണ് എൻ്റെ മുന്നിലൂടെ ഭാര്യ എത്തിയിട്ട് കടന്നുപോയത്. 1:10 ആകുമ്പോൾ ഇടുന്ന് ഡോക്ടർ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എത്തിയതെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഡോക്ടറുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ശമ്പളം എണ്ണി വാങ്ങുന്ന കാര്യത്തിൽ ഈ അലസതയൊന്നും ഇല്ല കേട്ടോ. കാസർഗോഡ് ജില്ല എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാഥ തുടങ്ങാനുള്ള ഒരിടമാണെന്ന് ഇനിയും നമ്മുടെ നാട്ടുകാർ തിരിച്ചറിഞ്ഞില്ലല്ലോ ദൈവമേ. അങ്ങനൊരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് സൈബർ പോരാളികളും രാഷ്ട്രീയ പാർട്ടികളും സമരരംഗത്ത് ശബ്ദമുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി യൂത്ത് ലീഗും സമരരംഗത്തെത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലയോട് നിരന്തരം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കാസർഗോഡും കേരളത്തിലാണ് എന്ന മുദ്രാവാക്യത്തോടെ സൈബർ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട സമരം പിന്നീട് മുസ്ലിം ലീഗും പോഷക സംഘടനകളും ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ സമരത്തിന് കൂടുതൽ തീവ്രതയേറി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ബുധനാഴ്ച യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുമരച്ചോട്ടിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. നിലക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ഭീമമായ ഒരു തുക ആയതുകൊണ്ടല്ല, ഇത് സർക്കാരിന്, അത് കേരള ഇപ്പോൾ ഇതിന്റെ ചെലവ് ആര് വഹിക്കുമെന്നതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനമായിട്ടില്ല. കേരള സർക്കാർ വഹിക്കുമോ, കേന്ദ്ര സർക്കാർ വഹിക്കുമോ, ഇത് BOT അനുസരിച്ച് ഈ പദ്ധതി ആരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ശ്രീധരനെ പോലെയുള്ള ആളുകൾ ഈ കോടി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യവുമില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണോ ഈ പണം ചെലവഴിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയാണോ ഈ തുക അത്രയും ചെലവഴിക്കുക എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ കാസർഗോഡിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ് മൂലമല്ല ഈ കാസർഗോഡ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഇത് കാസർഗോഡിനുള്ള അവഗണനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ആസിഫ് സഹീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ കാസർഗോഡ് ഒരു സ്വതന്ത്ര സംസ്ഥാനമായി മാറുമായിരിക്കുമല്ലേ? പെൺകുട്ടികൾ സ്കൂട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന വർത്തമാനകാലത്ത് ഒരു പെൺകരുത്ത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ ഹിമാലയം താണ്ടുന്നു. സമ്മതിക്കണം കാസർഗോട്ടുകാരിയായ സൗമ്യയെ. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്നത് ഏതൊരു യുവാവിന്റെയും ലഹരിയാണ്. എന്നാൽ ഒരു പെൺകുട്ടി ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത് കണ്ടാലോ, അതൊരു കൗതുകമാണ്.
ചിലപ്പോൾ കൗതുകങ്ങൾ ആശ്ചര്യമായി മാറും. ബോവിക്കാനം ബേപ്പിലെ സൗമ്യ അങ്ങനെ ഒരു ആശ്ചര്യമാണ് ആളുകൾക്ക് മുന്നിലേക്ക് പകർന്നു നൽകിയത്. സ്ത്രീകളിൽ അധികവും സ്കൂട്ടറിനെ ഇഷ്ടപ്പെടുമ്പോൾ സൗമ്യയുടെ മോഹനം അതുക്കും മേലെയായിരുന്നു. പുരുഷന്മാർ പോലും തെല്ലൊന്ന് ഭയത്തോടെ നോക്കിക്കാണുന്ന ബുള്ളറ്റിനെയാണ് സൗമ്യ പ്രണയിച്ചത്. ബുള്ളറ്റുമായി നാട്ടിൻപുറങ്ങളിലൂടെ റെയ്ഡടിച്ച് രസിക്കലായിരുന്നില്ല സൗമ്യ. അവളുടെ മനസ്സു നിറയെ ബുള്ളറ്റിലൂടെ ഒരു ഹിമാലയൻ യാത്രയായിരുന്നു. കഴിഞ്ഞയാഴ്ച ആ മോഹം പൂവണിഞ്ഞു. റോയൽ എൻഫീൽഡ് ആദ്യമായി വനിതകൾക്കായി നടത്തിയ ഹിമാലയൻ ഓഡിസി യാത്രയുടെ ഭാഗമായി സൗമ്യ ഗർദുംഗലായിലേക്കാണ് ബുള്ളറ്റ് ഓടിച്ചു പോയത്. 14 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട ഏക മലയാളിയായിരുന്നു സൗമ്യ. മോട്ടോർ വാഹനങ്ങൾ സഞ്ചരിക്കാൻ യോഗ്യമായ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡാണ് ഹിമാലയൻ മലനിരകളിലെ ഗർദുംഗല. കാശ്മീരിലെ ലഡാക്ക് ജില്ലയുടെ ആസ്ഥാനമായ ലേയിൽ നിന്നും 39 കിലോമീറ്റർ അകലെയാണിത്. ഹിമാലയത്തിലൂടെയുള്ള യാത്രകൾ ഏറെ ത്രില്ല് നിറഞ്ഞതായിരുന്നുവെന്ന് സൗമ്യ പറയുന്നു. ഹിമാലയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റി എന്ന ഒരു നല്ലൊരു കാര്യം, പിന്നെ ഞങ്ങളിലുള്ള ഓരോ ലിമിറ്റേഷൻസും അറിഞ്ഞ് അതിനെ തരണം ചെയ്യുക എന്നുള്ളത് വേറെ ഒരു വലിയൊരു കാര്യമായിട്ട് കണക്കൂട്ടുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങി ഹരിയാന വഴി ഹിമാചൽ പ്രദേശ് വഴി ആണ് ജമ്മു കാശ്മീരിലെത്തിയത്. തിരിച്ച് ഞങ്ങൾ പഞ്ചാബ് വഴിയാണ് ചണ്ഡീഗറിലെത്തിയത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി, അനുഭവിച്ചു, ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കി. സ്കൂൾ കാലത്ത് തുടങ്ങിയതായിരുന്നു സൗമ്യയുടെ ഇരുചക്രവാഹനത്തോടുള്ള പ്രേമം. സൈക്കിളിലായിരുന്നു ആദ്യ യാത്ര, പിന്നീടത് സ്കൂട്ടറായി മാറി. ഒടുവിൽ സാക്ഷാൽ ബുള്ളറ്റ് തന്നെ കയ്യിലൊതുങ്ങി. ത്രില്ല് മാത്രമല്ല, ഒരുപാട് അപകടങ്ങളും കൺമുന്നിൽ കണ്ടതിന്റെ ഞെട്ടലും സൗമ്യയുടെ മനസ്സിലുണ്ട്. സൗമ്യയുടെ മോഹം ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ റൈഡ് നടത്താനാണ് സൗമ്യയുടെ അടുത്ത പ്ലാൻ. അതിന് മുഴുവൻ പിന്തുണയുമായി കുടുംബം പിന്നിലുണ്ട്. ആ കരുത്തു നൽകുന്ന പ്രചോദനവുമായി സൗമ്യ പിന്നെയും ആക്സിലേറ്ററിന് വേഗത കൂട്ടുകയാണ്. ക്യാമറമാൻ മോഹിത് മാണിമുളയ്ക്കൊപ്പം KV ബിന്ദുജ, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ലെന്ന് പറഞ്ഞു തരികയാണ് സൗമ്യ എന്ന യുവതി. എൺമകജെ പഞ്ചായത്തിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതായി മാറുകയാണെന്നാണ് UDFുകാർ പറയുന്നത്. അതിൽ സഹികെട്ട് കഴിഞ്ഞ ആഴ്ച അവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എൺമകജെ പഞ്ചായത്തിലെ BJP ഭരണം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതായി മാറുന്നതായും ഇവിടെ നടക്കുന്നത് ദുർഭരണമാണെന്നും ആരോപിച്ചായിരുന്നു UDF എൺമകജെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം ചിന്തിക്കൂ, നല്ലത് മാത്രം പ്രവർത്തിക്കൂ. മാർച്ച് DCC ജനറൽ സെക്രട്ടറി JS ಸೋಮಶೇಖರ ಉದ್ಘಾಟನೆ ചെയ്തു. ಈಗಾಗಲೇ ಈ ಪಂಚಾಯತಿ ಸಂಬಂಧಪಟ್ಟಂತೆ ಕೆಲವು ವಾರ್ಡ್ಗಳನ್ನು ಕೇಂದ್ರೀಕರಿಸಿ ಈ ಫೋಕಸ್ ಮೀಟಿಂಗ್ ಎಂಬುದನ್ನು ನಡೆಸಲಾಗಿದೆ. ಆ ಫೋಕಸ್ ಮೀಟಿಂಗ್ ನಲ್ಲಿ ಬಂದಂತಹ ಯಾವುದೇ ಅಭಿಪ್ರಾಯಗಳನ್ನು ಜಾರಿಗೊಳಿಸದೆ ಕೇವಲ ಸ್ವಾರ್ಥ ರಾಜ್ಯಕ್ಕೆ ಬೇಕಾಗಿ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರು ಕೆಲವು ಪದ್ಧತಿಗಳನ್ನು ಜಾರಿಗೊಳಿಸಲಿಕ್ಕೆ ಪ್ರಯತ್ನಿಸ್ತಾ ಇದ್ದಾರೆ. ಉದಾಹರಣೆಗೆ ಬಂಧುಗಳೇ, ಸರಿಯಾಗಿ ಆಲೋಚನೆ ಮಾಡಿ. ಅಡಕಸ್ಥಳ ತೂಗು ಸೇತುವೆ ಎಂಬುದು ಆ ನದಿ ತೀರ ಸಂರಕ್ಷಣಾ ಕಮಿಟಿ ಒಂದು ಫಂಡ್ನಿಂದ ಹಿಂದಿನ ಶಾಸಕರು, ಅದೇ ರೀತಿ ನಮ್ಮ ಹಿಂದಿನ ಗ್ರಾಮ ಪಂಚಾಯತ್ ಆಡಳಿತದಿಂದ ಆಗಿದೆ. ಅಲ್ಲಿ ಅಡಕಸ್ಥಳದಲ್ಲಿ ತೂಗು ಸೇತುವೆ ಆಡಳಿತಾತ್ಮಕ ಅನುಮತಿ ಸಿಕ್ಕಿತು. ചടങ്ങിൽ C. സഞ്ജീവ് റൈ അധ്യക്ഷത വഹിച്ചു. BS ഗംഭീര, വാർഡ് മെമ്പർ സിദ്ദിഖ് ഹാജി ഗണ്ടികെ, ആയിഷ, സിദ്ദിഖ് ഒളമുഗർ, ഹസൻ ഖുദ്വ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. എന്തായാലും നല്ല പ്രതിപക്ഷമാണല്ലോ ഓരോ നാടിന്റെയും വികസനത്തിന് കരുത്താവുന്നത്. ഒരു തുമ്പ് മതി പ്രതികളെ കുടുക്കാൻ. അതാണ് പോലീസിന്റെ മിടുക്ക്. പൊയ്നാച്ചിയിലും നായന്മാർ മൂലയിലും നടന്ന കവർച്ചാ കേസുകളിലെ പ്രതികളും പിടിയിലായി. വിദ്യാനഗർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ചാലിശ്ശേരിയിലെ മുഹമ്മദ് ഷെരീൻ, നെക്രാജെ ചൂരിപ്പള്ളം, ബിസ്മില്ല മൻസിലിലെ കാസിം ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ജൂലൈ 17-ന് ബണ്ടിച്ചാലിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നിന്നും മോഷണം നടത്തിയിരുന്നു. ഇവർ സഞ്ചരിച്ച ആൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
കഴിഞ്ഞ ദിവസം രാത്രി ആലമ്പാടിക്ക് സമീപം വിദ്യാനഗർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. ഈ കേസിൽ നേരത്തെ കൊയിലാണ്ടി ഇരിങ്ങൽ കോട്ടക്കലിലെ KM ഫിറോസ്, കുറ്റ്യാടിയിലെ അൽത്താഫ്, ചെർക്കള ബേർക്കയിലെ ഇജാസ്, കോഴിക്കോട് കുറ്റ്യാടിയിലെ ഷിജു എന്നിവരും വിവിധ കേസുകളിലായി പോലീസ് പിടിയിലായിട്ടുണ്ട്. നായന്മാർ മൂലയിലെ അബ്ദുൾ റസാഖിന്റെ വീട്ടിലും സെന്റ് മേരീസ് ചർച്ചിലും മോഷണം നടത്തിയത് ഇവരാണെന്ന് പോലീസ് പറഞ്ഞു. മംഗലാപുരം ബേസിലാണ് അത് അങ്ങനെ പിടിച്ചെടുക്കും. കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് ബാക്കിയുള്ള പ്രോപ്പർട്ടി സീസ് ചെയ്യാനുണ്ട്. അത് അവരെ കസ്റ്റഡിയിലെടുത്ത് സീസ് ചെയ്യും. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷഫീഖിനെതിരെ ബദിയടുക്ക, ആദൂർ, കുമ്പള സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ട്. തിരൂരങ്ങാടിയിൽ അറസ്റ്റിലായ ഷിജുവാണ് സംഘത്തലവൻ. ഇവരെ അറസ്റ്റ് ചെയ്തതോടെ സംസ്ഥാനത്തെ നിരവധി മോഷണ കേസുകൾ തെളിയുമെന്നാണ് പോലീസ് നിഗമനം. ഏതു മാളത്തിൽ ഒളിച്ചാലും നമ്മുടെ പോലീസ് അവരെ തേടിയെത്തും. കേരള പോലീസിനോടാ കളി. അഭിഭാഷകരുടെ ചുവട് പിടിച്ച് പോലീസുകാരും മാധ്യമപ്രവർത്തകർക്ക് നേരെ കുരച്ചു കയറുന്നു. കോഴിക്കോട്ട് നടന്ന സംഭവം വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. മാധ്യമപ്രവർത്തകരും മറ്റ് സംഘടനകളുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രസ് ക്ലബ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, രവീന്ദ്രൻ രാമണേശ്വരം, ഷൈജു പിലാത്തറ, രാജേഷ് ഓട്ടമല, TA ഷാഫി, പ്രദീപ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് ഏഷ്യാനെറ്റ് വാർത്താ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ഐസ്ക്രീം കേസ് പരിഗണിക്കുന്ന കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈവ് സംവിധാനമുള്ള ഏഷ്യാനെറ്റിന്റെ വാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ലെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അല്ല മുതലാളി, ഒരു തിന്മയെയും പുറം ലോകത്തെ അറിയിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ദുരൂഹ സാഹചര്യത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമാകുന്നു. ബീഹാർ സ്വദേശിനി യാസ്മിൻ അഹമ്മദിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസ്. ജില്ലയിലെ പടന്ന തൃക്കരിപ്പൂർ ഭാഗത്തു നിന്ന് കാണാതായ സംഘത്തോടൊപ്പം ചേരാൻ കാബൂളിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ് ബീഹാർ സ്വദേശി യാസ്മിൻ അഹമ്മദ് പിടിയിലായത്. ഈ കേസിൽ UAPA ചുമത്തിയ യാസ്മിനെ വെള്ളിയാഴ്ച ജില്ലാ കോടതിയിൽ ഹാജരാക്കി. വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. IS ബന്ധത്തിൽ രാജ്യം വിട്ടവർ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. യാസ്മിന്റെ പക്കലിൽ നിന്നും 2 വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെത്തിയത് ഈ സംശയം ബലപ്പെടുത്തുന്നു. യാസ്മിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയതോടെ ഇവർ ജോലി ചെയ്യുന്ന കോട്ടക്കലിലെ സ്കൂളിലും കാസർകോട്ടെ ചില വീടുകളിലും തെളിവെടുപ്പ് നടത്തും. 3 ദിവസം പോലീസ് കസ്റ്റഡിയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേകമായി കോടതി പറഞ്ഞത് ആ സ്ത്രീക്ക് മാനസികമായോ ശാരീരികമായോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ മനുഷ്യാവകാശം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ അവരെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. അവിടെ കൂടെ ഒരു 4.5 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയും അവരുടെ കൂടെ പോകാൻ വേണ്ടി കോടതി അനുവദിച്ചിട്ടുണ്ട്. ISുമായി ബന്ധമുള്ളതുമായി നമ്മുടെ ഈ UAPA സെക്ഷൻ 3 പ്രകാരം IS എന്ന സംഘടന ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. 2015 നവംബറിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ ബാൻ ചെയ്യുന്നത്. അങ്ങനെ ബാൻ ചെയ്ത ഒരു സംഘടനയുമായി ഇവർക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കേസിൽ UAPA ചേർക്കാൻ കാരണം. ഈ കോടതി കഴിഞ്ഞ 25 മുമ്പ് നടന്ന അന്വേഷണത്തിൽ 25 മുമ്പ് നടന്ന അന്വേഷണങ്ങളിലും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഈ അബ്ദുൾ റഷീദിനെയും അതുപോലെ മറ്റു ആൾക്കാർക്കും ISുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അങ്ങനെ ISുമായി ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിൽ UAPA ചേർക്കുന്നത്. സെക്ഷൻ 38ഉം 39ഉം UAPAയും അത് 124A ഓഫ് IPCയുമാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ 2 പ്രതികൾക്കെതിരെ ചേർത്തുള്ളത്. അന്വേഷണം അതിന്റെ ശരിയായ വഴിയിലൂടെ നീങ്ങട്ടെ, അല്ലേ? അങ്ങനെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു. 1.5 മാസത്തെ വറുതിക്കാലം കൂടിയാണ് കടന്നുപോകുന്നത്. ബോട്ടുകളും വലകളുമായി പ്രതീക്ഷയോടെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക്. 1.5 മാസക്കാലത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആഴക്കടൽ മീൻപിടുത്തം സജീവമായി. നിരോധന കാലയളവ് 3 മാസമാക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളാത്തതിൽ മത്സ്യത്തൊഴിലാളികൾ സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളങ്ങൾ നിറയെ മത്സ്യം ലഭിച്ചിരുന്നു. ചെമ്മീൻ, വേളൂരി തുടങ്ങിയ മീനുകളുടെ ചാകര തന്നെ ഉണ്ടായി. ഇത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്.
ട്രോളിംഗ് നിരോധന കാലയളവിൽ കരക്കടുപ്പിച്ച ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി കടലിലിറക്കാൻ സജ്ജമാക്കിയിരിക്കുകയാണ്. മീൻപിടുത്തത്തിനാവശ്യമായ വലകളും മറ്റും ഈ കാലയളവിൽ ഒരുക്കിയെടുത്തു. ഇനിയുള്ള നാളുകൾ മത്സ്യത്തൊഴിലാളികളുടെ കൊയ്ത്തുകാലമായിരിക്കും. കടലിന്റെ മക്കളുടെ വറുതിക്കാലം കഴിയുന്നുവെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് നല്ല മത്സ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. വീടില്ലാത്തവന്റെ വീടാവാൻ കഴിയുക എന്നത് ഒരു പുണ്യമാണ്. ആ പുണ്യത്തിലേക്കാണ് റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ലൈക്കടിച്ചത്. ഒരു നിർധന കുടുംബത്തിനു കൂടി അവർ വീട് നിർമ്മിച്ചു നൽകി. തലചായ്ക്കാൻ ഒരിടമില്ലാത്ത പാവങ്ങൾക്ക് ആശ്വാസത്തിന്റെ മേൽക്കൂര ഒരുക്കുന്ന മുസ്ലിം ലീഗിന്റെ ബൈത്തുറഹ്മ പദ്ധതി സമാനതകളില്ലാത്ത പുണ്യമായി മാറുകയാണ്. ഏറ്റവും ഒടുവിലായി റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി വെസ്റ്റ് ഏലേരി പഞ്ചായത്തിലെ പെരുമ്പട്ടയിൽ നിർമ്മിച്ച ബൈത്തുറഹ്മയുടെ താക്കോൽദാനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സഹപ്രവർത്തകന് ഒരു സ്നേഹവീട് എന്ന തലക്കെട്ടിൽ MSF പ്രവർത്തകന്റെ കുടുംബത്തിനാണ് പെരുമ്പട്ടയിലെ മനോഹരമായ സ്ഥലത്ത് അതിമനോഹരമായ വീട് പണിതത്. വീടിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പൊതുസമ്മേളനത്തോടെ നടന്ന വീടിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി മാറി. പച്ചത്തുണിയെടുത്തും പച്ചപ്പതാക പിടിച്ചും പെരുമ്പട്ടയിലെ ലീഗ് പ്രവർത്തകർ നേതാക്കളെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VK ബാബ അധ്യക്ഷത വഹിച്ചു. റിയാദ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ പെരുമ്പട്ട സ്വാഗതം പറഞ്ഞു. ഓരോ നന്മയും ഓരോ മാതൃകയാണ്. ഫാഷൻ ഫ്രൂട്ട് പുതിയ പാഷനായി മാറിയിരിക്കുകയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി തോട്ടത്തിലെ ഫാഷൻ ഫ്രൂട്ട് കൃഷി പുതിയ ആവേശമാണ് പകരുന്നത്. മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി പിലിക്കോട് തോട്ടത്തിലെത്തിയിട്ട് വർഷം 3 പാകമാകുമ്പോൾ ചുവന്ന നിറമാകുന്ന പഴത്തിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ് പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ. പഴം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാലും തേനൂറുന്ന മധുരം വായിൽ തങ്ങി നിൽക്കും എന്നാണ് മിറാക്കിൾ പഴത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വീറ്റ് ബെറി എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നു. സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം സിൻസിപ്പലം ഡിൽസിഫിക്ക എന്നാണ്. കോഫി ബീൻ വലിപ്പമുള്ള പഴം വായിലിട്ട് അലിച്ച് കഴിച്ച ശേഷം പുളിയോ കയ്പോ ഉള്ളതായ ഒരു സാധനം കഴിച്ചാലും വായിലെ മധുരം പോവില്ലത്രേ. മിറാക്കിൾ എന്ന പ്രോട്ടീൻ അടങ്ങിയതിനാലാണ് രുചി വ്യത്യാസമറിയാത്ത ഈ ഗുണമെന്നും പറയപ്പെടുന്നു. ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് അടുത്ത കാലത്തായി പ്രചാരം സിദ്ധിച്ചു വരുന്ന ഒരു പഴവർഗ്ഗമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് സിൻസിപ്പാലം ഫ്രൂട്ടിക്കോസം എന്നാണ്. ഇതിൻ്റെ ഗുണഗണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റാണ്. അതായത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരം കുറേ കഴിഞ്ഞിട്ടും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇതിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് സാധാരണഗതിയിൽ മധുരം കഴിക്കാൻ പറ്റാത്ത കാരണം ഇതിൻ്റെ മധുരം ആവശ്യമുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാക്കിൽ മധുരം അനുഭവപ്പെടുന്നതാണ്. ഇത് കൂടാതെ ഈ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന്, റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ് തോന്നുന്നതാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ടും ഇത് ഉപകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് ഭക്ഷണം രുചിയോടെ കഴിക്കാൻ സഹായമാണിത്. ഡയബറ്റിക്സ് രോഗികൾക്ക് ഇതിലെ പ്രോട്ടീൻ ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സത്യം പറയാലോ, പുതുമകൾ തേടുന്നത് ഒരു സുഖമാണ്. വീക്കിലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.